നിലക്കടല പോഷകങ്ങളുടെ കലവറയാണ്. ആരോഗ്യകരമായ കൊഴുപ്പുകളും വൈറ്റമിൻ ഇ, നിയാസിൻ, നാരുകൾ തുടങ്ങി ഒരുപാട് പോഷക ഘടകങ്ങൾ നിലക്കടലയിലുണ്ട്. ഫോലേറ്റ്, മഗ്നീഷ്യം തുടങ്ങിയ അവശ്യ ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വില കുറവായതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ ബദാം എന്നാണ് കപ്പലണ്ടി അഥവാ നിലക്കടല അറിയപ്പെടുന്നത്. പ്രോട്ടീനുകളും നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിന് ഊർജം നൽകുന്ന മികച്ച ലഘുഭക്ഷണം കൂടിയാണ്. പേശികളുടെ ആരോഗ്യത്തിനും നിലക്കടല വളരെ നല്ലതാണ്. വറുത്തെടുത്താണ് നിലക്കടല സാധാരണയായി കഴിക്കാറ്. ചിലർക്ക് തൊലി കളഞ്ഞും മറ്റു ചിലർക്ക് തൊലിയോട് കൂടിയും കഴിക്കാനായിരിക്കും താല്പര്യം. എന്നാൽ ഇക്കാര്യത്തിലും രണ്ട് അഭിപ്രായമുണ്ട്. നിലക്കടല തൊലി കളഞ്ഞ് കഴിക്കണമെന്ന് ചിലർ പറയുന്നു. എന്നാൽ തൊലി കളയാതെ കഴിച്ചാലാണ് കൂടുതൽ ആരോഗ്യപ്രദമെന്നുമാണ് മറ്റൊരു അഭിപ്രായം. തൊലി കളഞ്ഞ നിലക്കടലയും അല്ലാത്തതും കടകളിലും ലഭ്യമാണ്. നിലക്കടല ഏത് രീതിയിൽ കഴിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യപ്രദമെന്ന് നോക്കാം. നേരത്തെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കടലയുടെ തൊലിയിൽ ആന്റി ഓക്സിഡൻസും നാരുകളും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഈ നാരുകൾ ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയയുടെ വളർച്ചയെ പിന്തുണയ്ക്കും. കടലയിൽ ആന്റി ഓക്സിഡൻസുകൾ, പ്രത്യേകിച്ച് റെസ്വറാട്രോളും പോളിഫിനോളും അടങ്ങിയിട്ടുണ്ട്. ഇവ സമ്മർദ്ദത്തെ കുറയ്ക്കുമെന്നും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. കൂടാതെ നിലക്കടലയുടെ തൊലി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നു. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ നാരുകൾ നിലക്കടലയുടെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. കുടലിന്റെ ആരോഗ്യത്തിനും മലവിസർജനത്തിനും അത്യാവശ്യമായ ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയെ ഈ നാരുകൾ സഹായിക്കുന്നു. നാരുകൾ അടങ്ങിയ ഭക്ഷണക്രമം മലബന്ധം, ഡൈവേർട്ടിക്കുലോസിസ് എന്നിവയുൾപ്പെടെയുള്ള ദഹന സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. നാരുകളും പോളിഫിനോളും അടങ്ങിയതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നിലക്കടലയുടെ തൊലി സഹായിക്കും. തൊലി കളയാതെ കഴിക്കുന്നതിലൂടെ നിലക്കടലയുടെ മുഴുവൻ പോഷക ഗുണങ്ങളും ലഭിക്കുമെങ്കിലും ചിലർക്ക് നിലക്കടലയുടെ തൊലി അലർജിയോ അല്ലെങ്കിൽ വയറുവേദനയ്ക്കോ കാരണമായിരിക്കും. ഇത്തരക്കാർ തൊലി കളഞ്ഞ വറുത്ത നിലക്കടല കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഏതൊരു ഭക്ഷണത്തെയും പോലെ തന്നെ നിലക്കടലയും അമിതമായി കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും. കലോറി ഉപഭോഗം കൂടാനും ദഹന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. അതുകൊണ്ട് നിലക്കടല കഴിക്കുമ്പോൾ മിതത്വം പാലിക്കേണ്ടത് പ്രധാനമാണ്.